ഹായ് ഗൈസ്, ഇന്ത്യ പാകിസ്ഥാന്റെ ഡേ 6 അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അതായത് പാകിസ്ഥാന്റെ ആർമി തന്നെ കുറേ ഓഫീസേഴ്സ് തന്നെ റിസൈൻ ചെയ്തു. അതുപോലെ തന്നെ ചൈന ഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാന് സപ്പോർട്ട് അറിയിച്ചു, ടർക്കി സപ്പോർട്ട് അറിയിച്ചാൽ മാത്രമല്ല വെപ്പൺസ് കൊടുത്തു. ഇങ്ങനെ പല അപ്ഡേറ്റുകൾ നടന്നിട്ടുണ്ട്. ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ വീഡിയോ കഴിയുന്നതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോ ഇട്ട് എടുക്കാം. ആദ്യം തന്നെ പാകിസ്ഥാന്റെ ഗവൺമെന്റിന് തന്നെ വലിയ പ്രഷറാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ ഒരു സമയത്ത് വെള്ളം അടച്ചു വെക്കുമെന്ന് പറയുന്നു, വെള്ളം തുറന്നു വിടുന്നു പറയുന്നു. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ കാരണം വെള്ളം ഈ ഒരു റീസെന്റ് ആയിട്ട് നമ്മൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും തുറന്നു വിട്ടു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ POKയിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളിലും അതായത് പ്രളയം പോലെ ഉണ്ടായി. ഇതുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ അവിടുന്ന് മാറ്റി പറപ്പിക്കേണ്ടി വന്നു. കുറേ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുകൊണ്ടും അതുപോലെ തന്നെ ഈ തീവ്രവാദികളെ POKന്ന് മാറ്റി പാർപ്പിക്കുന്നതും അതുപോലെ തന്നെ കുറെ ജനങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നതും ഒക്കെ കൂടി ആകുമ്പോൾ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പലരും പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അടുത്ത് പറയുന്നു, അതായത് യുദ്ധം നിർത്തണം, അതായത് ഞങ്ങൾക്ക് ഈ ഒരു ബാരിയർ താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു പ്രഷർ ഇന്ത്യയിലായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒപ്പം മറ്റൊരു പ്രശ്നം പാകിസ്ഥാൻ നേരിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ബൾച്ചിസ്ഥാനിൽ അവര് നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നു. 63 അവരുടെ ഇന്റേണൽ, അതായത് ആർമി അല്ല, നമുക്കിപ്പോൾ BSF പോലെയുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പോലെയുള്ള അങ്ങനെ ഒരു ഫോഴ്സിനെ അവർ കംപ്ലീറ്റ് ആയും അറ്റാക്ക് ചെയ്ത് അവരുടെ പല ആർമി വെഹിക്കിൾ തന്നെ അവർ തന്നെ, അതായത് ബൾച്ചിസ്ഥാൻ BLA എന്ന് പറയുന്ന ബൾച്ചിസ്ഥാൻ ലിബറൈസേഷൻ ആർമി അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ POKയിലുള്ള ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം. ഒപ്പം അവിടെ തിഹ്രിക്കി താലിബാൻ എന്ന് പറയുന്ന അതായത് താലിബാൻ അല്ല, വേറെ വിഭാഗത്തിലുള്ള താലിബാൻ അവർ അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇന്റേണൽ പ്രശ്നം തന്നെ തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പ്രശ്നം കൂടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ താലിബാനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഇപ്പോൾ താലിബാൻ ഡിപ്ലോമാറ്റ്സിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ താലിബാന്റെ അടുത്തുനിന്ന് ആ സൈഡിൽ നിന്നും പ്രഷറൈസ് ചെയ്യാനായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് നേരിട്ട് പോയി കണ്ടിരിക്കുന്നത് എന്നാലും പലരും വിലയിരുത്തുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതായത് പാകിസ്ഥാൻ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആവും. കാരണം ഒരു സൈഡിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് ആ അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരു ബോർഡർ ഇഷ്യൂ ഉണ്ട്, അവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ആ ഒരു അറ്റാക്കിൽ വരികയാണെങ്കിൽ. അപ്പോൾ പാകിസ്ഥാന് രണ്ട് ഫ്രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും പാകിസ്ഥാന് സർവൈവ് ആവാൻ പറ്റില്ല. ആ സമയത്താണ് ഇപ്പോൾ ചൈന മുന്നോട്ട് വന്നിട്ട് ചൈന കൗണ്ടർ ടെററിസത്തിന് പാകിസ്ഥാന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് അറിയിച്ചിരിക്കുന്നത്. ചൈന ഇത്രയെങ്കിലും മുന്നോട്ട് വന്നിരിക്കുക അത് ഏറ്റവും വലിയൊരു നാണക്കേട് ചൈനയ്ക്കും പാകിസ്ഥാനും തന്നെയാണ്. കാരണം അവർ തമ്മിൽ അത്ര വലിയ റിലേഷനാണെന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇപ്പോൾ ചൈനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു യുദ്ധം എങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ അതായത് പോക്ക് എന്ന് പറയുന്നത്, അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്തായാലും ഇന്ത്യ അനക്സ് ചെയ്ത് നമ്മുടെ കൂടെ തിരിച്ചു ചേർക്കും എന്നുള്ളത് ചൈനയ്ക്കും പാകിസ്ഥാനും നല്ലവണ്ണം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണ് എന്നെങ്കിൽ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചൈനയ്ക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഈ POK അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ടും കൈവിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ POK പാകിസ്ഥാന്റെ കൈവശമുണ്ടോ അത്രത്തോളം ചൈനയ്ക്കാണ് അതിൽ നിന്ന് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ചൈന ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു രാജ്യമാണ് ടർക്കി. തീവ്രവാദം എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് മുന്നോട്ട് പോകുന്ന അടുത്ത ഒരു ഖലീഫറ്റ് ഭരണമുള്ള ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത്. എർഡഗൻ കുറെ സ്വന്തം വെപ്പൺസ് ഇപ്പോൾ പാകിസ്ഥാനിലോട്ട് അയച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെപ്പൺസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതായത് പല റിപ്പോർട്ടുകളാണ് ഇത് വെരിഫൈ ചെയ്തിട്ടുള്ള എങ്കിലും പറയുകയാണ്. അതായത് ചൈന ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പാകിസ്ഥാൻ അടുത്ത് അവർ കൊടുത്ത അഡ്വാൻസ് വെപ്പൺസ് ഒന്നും തന്നെ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ കാരണം പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരുപക്ഷെ ആ വെപ്പൺ എങ്ങാനും ഷൂട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എടുത്ത് എഞ്ചിനീയറിങ് ചെയ്യും. അപ്പോൾ ചൈനയുടെ എഞ്ചിനീയറിംഗ് മൊത്തമായിട്ടും ഇന്ത്യൻ്റെ കയ്യിൽ ആ ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ടും പോകും. ഫ്യൂച്ചറിൽ ചൈനയും ഇന്ത്യയും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇന്ത്യക്ക് കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ ചൈനയുടെ പല ടെക്നോളജികളും ഇവിടെ ലീക്കാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചൈന ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നെയ്തർ പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ പല റിപ്പോർട്ടുകളും, അതായത് പല ഒതന്റിക്കേറ്റഡ് ആയ റിപ്പോർട്ടുകളിൽ നിന്നാണ് ഈ ഒരു സോഴ്സ് വരുന്നത്. പക്ഷെ ഇതുവരെയും കൺഫേം ആവാത്തതുകൊണ്ടാണ് നമ്മളിത് കൺഫേം ന്യൂസ് ആണ് പറയാത്തത്. ഇനി അടുത്ത വലിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ചിലപ്പോൾ സ്പ്ലിറ്റ് ആവാനും സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല അമേരിക്കൻ
ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ പല ഏജൻസികളും ഇപ്പോൾ പറയുന്നത്, അതായത് ഇന്ത്യ അടുത്ത ഏതാനും ദിവസങ്ങളിലോട്ട് സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടി വരുന്നു. കാരണം ഇന്ത്യയുടെ അന്താരാഷ്ട്ര നീക്കങ്ങൾ അങ്ങനെയാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ ആർമി ആൾക്കാർ തന്നെ റിസൈൻ ചെയ്ത് പോകുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ടും സ്റ്റേറ്റ്മെന്റ് ചെയ്ത കേട്ടോ, അതായത് ലീഗ്ഡ് ഡോക്യുമെന്റ്സിൽ നിന്ന് പുറത്തു കിട്ടിയ ഒതന്റിക്കേറ്റഡ് സോഴ്സാണ്. ഇതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ അസീം മുനീർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആർമി ആൾക്കാരുടെ എല്ലാം തന്നെ ഫാമിലി, അതായത് കുടുംബം കുട്ടികളെല്ലാം തന്നെ എവിടെയാണെന്ന് വെച്ചാൽ ഫോറിൻ കൺട്രികളിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ ഫാമിലി എല്ലാം തന്നെ വിദേശത്തോട്ട് അയക്കുന്നു. സാധാരണയുള്ള സോൾജേഴ്സിനൊന്നും തന്നെ അത്ര വലിയ പിടിപാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരിവിടെ സത്താലും പ്രശ്നമില്ല, എൻ്റെ ഫാമിലി ഞാനും സേഫ് ആയിരിക്കണം എന്നുള്ള വിചാരത്തിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയും അതുപോലെ തന്നെ പലർക്കും ഇപ്പോൾ ഇന്ത്യൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ അത് വലിയൊരു നഷ്ടമായിരിക്കും, അതായത് വലിയൊരു പേടിയാണ് എല്ലാവർക്കും. കാരണം ഇന്ത്യൻ്റെ അത്ര അഡ്വാൻസ്ഡ് അല്ല എന്നുള്ളത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും അറിയുന്നതാണ്. അപ്പോൾ സ്വന്തം ജീവൻ അപായമുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് 250 ഓഫീസേഴ്സ്, അതായത് സോൾജേഴ്സ് അല്ല ഓഫീസേഴ്സ് ആണ് ഇത് റിസൈൻ ചെയ്തത് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഏകദേശം 1200ഓളം സോൾജേഴ്സും, അതായത് പല ഗ്രൂപ്പിൽ നിന്ന് ടോട്ടൽ 1200 സോൾജേഴ്സും റിസൈൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ തന്നെ കുറെ ഉണ്ടാവല്ലോ, അതായത് മദ്രാസ് റെജീം, ഇങ്ങനെ ഓരോ റെജീമെന്നും അവരുടെ റെജീം എന്നല്ല പറയാ, വേറൊരു ഇതാണ് സെക്ടറാണ് പറയാ. അങ്ങനെയുള്ള ഓരോ സെക്ടറിനും 1200 സോൾജേഴ്സ് ടോട്ടലായിട്ട് റിസൈൻ ചെയ്തു. അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇനിയും ഈ ഒരു സംഭവം തുടരുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ റിസൈൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പലരും എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ പാകിസ്ഥാൻ മൊത്തമായിട്ടും കുടുങ്ങി. ഇപ്പോൾ ചോരപ്പുഴ എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തധികം മിണ്ടുന്ന പോലുമില്ല. എല്ലാവരും ന്യൂട്രൽ ആയിട്ടൊരു, അതായത് ഇപ്പോൾ റഷ്യനെയും ചൈനേനെയും എല്ലാം കൂട്ടിച്ചേർത്തിക്കൊണ്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നാണ് പാകിസ്ഥാനിലുള്ള എല്ലാവരും പറയുന്നത്. കാരണം യുദ്ധം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെടുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച്